ജി സുധാകരൻ മുൻ മന്ത്രി 36 വർഷം മുമ്പുള്ള ഒരു കഥ ഇന്നൊരു യോഗത്തിൽ പറയുകയുണ്ടായി. ഇന്നലെ അത് ഒരു കള്ളവോട്ടിൻ്റെ കഥയാണ്. മറ്റൊന്നുമല്ല, 36 വർഷം മുമ്പ് നടന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ KSTAയുടെ അന്നത്തെ നേതാവായിരുന്ന KV ദേവദാസിനു വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ ഉൾപ്പെടെയുള്ളവർ ഈ പണി ചെയ്തിരുന്നു. എന്നിട്ടും ദേവദാസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല എന്നുള്ളത് മറ്റൊരു ചരിത്രം. പക്ഷേ എന്തുകൊണ്ടാണ് ജി സുധാകരൻ ഇപ്പോൾ ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. ദാവസഭ അടുത്തിടെ ജി സുധാകരൻ്റെ പരാമർശങ്ങളെല്ലാം മിക്കതും CPM-നെ ഇടങ്ങേറാക്കുന്ന പരാമർശങ്ങളാണ്. ഇതും അങ്ങനെ ഒരു ഇടങ്ങേറാണ്. അല്ല, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ജി സുധാകരൻ്റെ ഇതുവരെയുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയ പരാമർശങ്ങളാണ്. അത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നതിലപ്പുറം ഒരു വലിയ നിയമപ്രശ്നമായിട്ട് വരാൻ പോവുകയാണ്. ക്രിമിനൽ പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 51, അതാണ് നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെ അതിന് ആധാരമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അതിൽ 121, 132 ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് വകുപ്പുകൾ പ്രകാരവും ക്രിമിനൽ ഒഫൻസാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു തപാൽ വോട്ട് എന്ന് പറയുമ്പോൾ അതൊരു ബാലറ്റാണല്ലോ, ഉദ്യോഗസ്ഥന്മാരുടെ ബാലറ്റാണ്. അത് ഡിഫേസ് ചെയ്തു, അതിനെ ഡിസ്ട്രോയ് ചെയ്തു. ഈ രണ്ടർത്ഥത്തിലും അത് ആ ഒരു വകുപ്പ് പ്രകാരം ക്രിമിനൽ ഒഫൻസായി മാറുന്നുണ്ട്. അദ്ദേഹം അതിലെങ്ങനെയാണ് കള്ളവോട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം തപാൽ ഇതിനകത്ത് വോട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചെയ്തത് മറ്റേ പാർട്ടിക്കാണെങ്കിൽ അസാധുവാക്കുമായിരിക്കും ചെയ്തിട്ടുണ്ടാകും, വേറെ എന്തെങ്കിലും കുത്തി വരച്ചിട്ട്. ഒരു വരെ കൂടി അതെന്താണ് അദ്ദേഹം പറയുന്നത്, ഒരു വരെ അധികം ഇട്ടാൽ മതി. എനിവേ അത് ഡെസ്ട്രോയ് തപാൽ ഉരുപ്പടികൾ ബാലറ്റ് പേപ്പർ ഡെസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ചു എന്ന വകുപ്പിൽ അത് പെടും. രണ്ടാമത്തേത് ഇതിൻ്റെ സീക്രസിയാണ്. 136 വകുപ്പ് അതാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നുവെച്ചാൽ ഒരാളുടെ വോട്ട് അത് രഹസ്യമായിരിക്കണം എന്നുള്ള ഒരു ഇത് അതും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അത് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, ഓൺ റെക്കോർഡ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദപ്പെട്ട ബോഡികൾ അവർ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ തഹസിൽദാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് അതിൻ്റെ അടുത്ത നിയമപരമായ നടപടികളിലേക്ക് കടക്കുമായിരിക്കും. അപ്പോൾ ഇത് പാർട്ടിക്ക് ബുദ്ധിമുട്ടാവില്ല വെച്ചാൽ നിശ്ചയമായി പാർട്ടിക്ക് ബുദ്ധിമുട്ടാകും. കാരണം CPM മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിൽ ഈ നിലക്കുള്ള പലതരത്തിലുള്ള ഫ്രോഡുലൻസ് അതിക്രിയകൾ നടക്കാറുണ്ടെന്നുള്ളത് എല്ലാവരും പരസ്പരം ആരോപിക്കുന്നതാണ്. ആ ആരോപണം ഏറ്റവും അധികം ഏറ്റുവാകുന്നൊരു പാർട്ടിയാണ് CPIM. അപ്പോൾ അത് CPM അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കാറുള്ളത് എന്നുള്ള കാര്യം അവരുടെ തന്നെ ഒരു നേതാവ് എൻഡോസ് ചെയ്തിരിക്കുകയാണ് ഉള്ളത്. അപ്പോൾ CPM ജി സുധാകരൻ നിയമപരമായ കുരുക്കിൽപ്പെടുകയാണെങ്കിൽ CPM രാഷ്ട്രീയമായ ഒരു പ്രശ്നത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇതെന്തിനാ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പരിപാടി എന്താണെന്നറിയോ, NGO യൂണിയൻ്റെ സമ്മേളനമാണ്. അതിലൊരു പ്രത്യേക സെഷനാണ്. സമരക്കരുത്തിൻ ഓർമ്മത്തിരകൾ എന്നാണ് ഈ സെഷൻ്റെ പേര്. അപ്പോൾ മുമ്പ് കാലത്ത് അതായത് ആ തലക്കെട്ടിൽ നടത്തിയ മുൻകാല നേതാക്കളുടെ സംഗമമാണ്. മുൻകാല നേതാക്കൾ അവരുടെ സമരാനുഭവങ്ങൾ അയവിറക്കുന്നൊരു സെഷനാണ്. അപ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമരാനുഭവമാണല്ലോ, ഒരു വിപ്ലവ പ്രവർത്തനമാണ്. അതിൻ്റെ ഓർമ്മത്തിരകളാണ്. സമരക്കരുത്തിൻ്റെ ഓർമ്മത്തിരകൾ ഇങ്ങനെ തിരയടിച്ച് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പഴയൊരു വിപ്ലവ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഓർമ്മ വന്നു. അത് സ്വാഭാവികമായി അയവിറക്കപ്പെടുകയാണ് ചെയ്തത്. ഇതിലിപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മസിൽ പവറിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരും അംഗീകരിക്കില്ലെങ്കിലും. മസിൽ പവർ, മണി പവർ, ഇതാണ് തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്ന ഘടകം. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളിൽ 90%, 95%, 98% ഒക്കെ വോട്ടിംഗ് ഉണ്ടാവും, പോളിംഗ് ഉണ്ടാവും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും വിദേശത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ ഏത് പാർട്ടിക്കാണോ അവിടെ ആധിപത്യമുള്ളത് അവർ വന്ന് ചെയ്തു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ CPM ആണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPM-നാണ് അതിലെ ഏറ്റവും കെങ്കേമമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ പഴുതടച്ച് ഫലപ്രദമായി
എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്നുകൊണ്ട് ചെയ്യുവാനുള്ള ശേഷി ആ പാർട്ടിക്കുള്ളതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ആ പാർട്ടി അത് ചെയ്യുന്നുണ്ടാവും. തെരഞ്ഞെടുപ്പ് കൃത്രിമം എന്ന് പറയുന്നത് പൊതുവായുള്ള പ്രശ്നമാണ്. ആ ഒരു സംഗതി അത് ചെയ്ത ഒരു പാർട്ടിയുടെ നേതാവ് തന്നെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലുള്ളൊരു കൗതുകം. അത് നിയമം എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ കൗതുകരമായുള്ള സംഗതിയായിരിക്കും. ഇത് വലിയൊരു നിയമപ്രശ്നമല്ലേ? കാരണം ഇദ്ദേഹം പറയുന്നുണ്ട് പ്രസംഗത്തിൽ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കമ്മീഷൻ ഇതിൽ ഇടപെടുകയും തഹസിൽദാർ മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും സുധാകരന് ഇനി വിശദീകരിക്കേണ്ടി വരുമല്ലോ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്, ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ അത് പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപ്രശ്നം തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശിച്ചു, അദ്ദേഹത്തിന് മൊഴി എടുത്തു കഴിഞ്ഞു. മൊഴിയിൽ അദ്ദേഹം എന്താണ് പറയുക, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പശുകൊണ്ട് പറഞ്ഞാണെന്നൊക്കെ മൊഴി കൊടുക്കാം. പക്ഷെ അദ്ദേഹം ആ വേദിയിൽ തന്നെ പറയുന്നുണ്ട് എനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ മൊഴി തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നൗഫൽ ചോദിച്ചാൽ ഒരു നിയമപ്രശ്നം എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. നിയമപ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്രയോ തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസുകൾ കണ്ടിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ വോട്ട് ചെയ്യാൻ വന്ന 33 പോലീസുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ബാലറ്റേ കിട്ടിയില്ല. കാസർഗോഡ് ജില്ലയിലാണ്. അന്ന് ആ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേട്ടൊരു പഴി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പലരുടെ വോട്ടുകൾ ഇതുപോലെ തന്നെ ഒരു ക്യാമ്പിലുള്ള പോലീസുകാർക്കാണെങ്കിൽ ആ ക്യാമ്പിലുള്ള പോലീസുകാരുടെ മൊത്തം വോട്ടും ആരെങ്കിലും ഒരാൾ വാങ്ങിയിട്ട് അവരാണത് കൊണ്ടുപോയി നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അത് കാലങ്ങളായിട്ട് തുടരുന്ന രീതിയാണ്. ഇപ്പോൾ പോലീസിലാണെങ്കിൽ പോലീസിലെ ക്യാമ്പിലെ പ്രധാനികൾ അത് വാങ്ങുന്നു. കാരണം അത് പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസ് അസോസിയേഷൻ ആർക്ക് കീഴിലാണ് നമുക്കറിയാം. അപ്പോൾ പോലീസ് അസോസിയേഷൻ ഇത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം പോലീസിലെ ഇപ്പോൾ 2019 ഇലക്ഷനിൽ നോക്കുകയാണെങ്കിൽ മൊത്തം പോലീസുകാരുടെ അടുത്താൽ 80% പോലീസുകാർ അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് അവരുടെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ വോട്ട് ചെയ്യാൻ സ്പെഷ്യൽ ബൂത്ത് കൊടുക്കണം എന്ന് അത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. കേരളത്തിൽ അത് നടപ്പായില്ല. ഇടുക്കിയിലൊഴികെ ബാക്കിയൊരിടത്ത് നടപ്പായില്ല. അപ്പോൾ അത് നടപ്പാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ചെയ്യാൻ വേണ്ടിയാണ്. ഈ എന്താണ് പോസ്റ്റൽ ബാലറ്റിലേക്ക് വരാനും ആ പോസ്റ്റൽ ബാലറ്റ് മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യാനും ഇതുപോലെ വിപ്ലവ പ്രവർത്തനം നടത്താനും വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിൽ കേസെടുത്തിട്ട് അത് അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അത് വലിയ വിഷയമായി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. 2019 നടന്ന കേസ് 2022 ഹൈക്കോടതി ചോദിച്ചു ഈ കേസ് എന്തായി, 2 കൊല്ലം കഴിഞ്ഞാൽ ഇത് എന്തായി, ഇപ്പം അന്വേഷിക്കാമെന്ന് പറഞ്ഞാണ്. ഇന്നിപ്പോൾ 2025 2019 നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ കേസിനൊരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല. പെരിന്തൽമണ്ണ കേസ് അറിയാലോ, അതും സ്പെഷ്യൽ ബാലറ്റാണ്. ഇതുപോലെ സ്പെഷ്യൽ ബാലറ്റാണ്. അതായത് സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ആ സ്പെഷ്യൽ ബാലറ്റ് ബോക്സ് ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന ബാലറ്റ് പെട്ടി എവിടെയാണ് കാണുന്നത്? കോഓപ്പറേറ്റീവ് ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ. അതെങ്ങനെയാണ് വരുന്നത്? എന്നും മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ കുറേ ബാലറ്റുകൾ കാണാതെ പോയി എന്ന് ആരോപണം ഉന്നയിച്ചതാരാ? അന്ന് LDFിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇത് റീകൗണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതും ആ കേസ് എവിടെയും എത്തിയിട്ടില്ല. അതും കോടതിയിലാണ് കേസ്, എവിടെയും എത്തിയിട്ടില്ല. ഇങ്ങനെ വേറെ കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ 90 വയസ്സുള്ള ഒരു വൃദ്ധയുടെ വോട്ട് 4 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു അമ്മായിയമ്മയുടെ വോട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 90 വയസ്സുള്ള വൃദ്ധയെ കൊണ്ട് 4 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു അമ്മായിയമ്മയുടെ വോട്ട് ചെയ്യിപ്പിച്ചു. അതിലും കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടാണ് ആ കേസ് എവിടെയെത്തിയോ. അപ്പോൾ നിയമപ്രശ്നം എന്നുള്ളത് സുധാകരനെ സംബന്ധിച്ചൊരു പ്രശ്നമായിരിക്കില്ല. ഇത് രാഷ്ട്രീയ പ്രശ്നമാണെന്ന് എവിടെയെന്ന് വെച്ചാൽ, ഒരു ഏതാനും മാസം മുമ്പാണ് മമതാ ബാനർജി ബംഗാളിൽ പറഞ്ഞത് സയൻറ്റിഫിക്കായിട്ട് കള്ളവോട്ട് ചെയ്യുന്നവരെ കുറിച്ച്. അതായത് CPM ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇവിടെ സയൻറ്റിഫിക്കായിട്ട് കള്ളവോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, മുൻകാലങ്ങളിലുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ചെയ്യുന്ന കേരളത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. കള്ളവോട്ട് ചെയ്ത് എത്രയോ സുഹൃത്തുക്കൾ നമ്മുടെ തന്നെ വലയത്തിലുണ്ടാവും. മഷി മായ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള, സയൻറ്റിഫിക്കായിട്ട് മാച്ച് കളയാനുള്ള സംവിധാനമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാലറ്റിൽ കൃത്രിമം വരുന്നു, ബാലറ്റിൽ കള്ളവോട്ട് ചെയ്യപ്പെടുന്നു, ഇതുപോലെ പോസ്റ്റൽ ബാലറ്റുകൾ കൃത്രിമം വരുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ EVM വന്നത്. EVMൽ അതൊന്നും സാധ്യമല്ല. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ആവശ്യം എന്താണ്? EVMൽ നിന്ന് ബാലറ്റിലേക്ക് മടങ്ങി പോകണമെന്നാണ്. ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടാണ്. EVM പ്രശ്നമാണ്, ബാലറ്റിലേക്ക് പോകണമെന്നാണ്. ഇന്ത്യ മുന്നണിയുടെ ഈ ക്ലെയിമിനെ തകർക്കുന്നെന്നാണ് സുധാകരൻ്റെ പ്രസ്താവന. ഇപ്പോൾ സുധാകരൻ മലയാളത്തിൽ NGO അസോസിയേഷൻ്റെ ഏതോ ഒരു പ്രാദേശിക സമ്മേളനത്തിൽ പ്രസംഗിച്ചു എന്നുള്ളതല്ല പ്രശ്നം. നാളെ ഇതിനെ എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് നൗഫൽ ആലോചിക്കണം. ഇത് ഇവോൾവ് ചെയ്യുന്ന EVMന് അനുകൂലമായിട്ടുള്ള BJPയുടെ നറേറ്റീവ് ആയിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. EVM വേണ്ട എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതുപോലെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. CPMൻ്റെ മുതിർന്ന നേതാവും CPMൻ്റെ മുൻ മന്ത്രിയും പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ഇത് ഉത്തരേന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണൊരു പ്രശ്നം. ഇപ്പോൾ സുധാകരൻ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ, സുധാകരൻ ഈ പറഞ്ഞ പോലെ പരിപാടി എന്നാണ് പഴയ നേതാക്കളുടെ സംഘമാണ്, ഓർമ്മത്തിരകളാണ്. ഈ
സുധാകരൻ നല്ല പ്രായമായിട്ടുണ്ട്, പ്രായാധിക്യം കൊണ്ട് തന്നെ അദ്ദേഹത്തെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പഴയ ഈ പട്ടാളക്കാർ വീമ്പ് പറയുന്ന പോലെ പറഞ്ഞു പോയതാണ്. അദ്ദേഹം വേറൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച പരിണിതി ആയിരിക്കില്ല ഇത് CPM-നും ഇന്ത്യ മുന്നണിക്ക് നൽകുക എന്നുള്ളതാണ് അല്ലേ പ്രശ്നം.